നമുക്ക് വിഷ്ണു അറിയിക്കുന്ന പുതിയ ചില വിവരങ്ങളുണ്ടല്ലേ? അതാണോ? അല്ല, അതിനു മുമ്പ് ഞാൻ പറയുമായിരുന്നു, നമ്മളിങ്ങനെ നടന്ന് ഈ ഇതിന്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. ഇഷ്ടംപോലെ ചീനവലകളുണ്ട്, ഇങ്ങനെ അത് കാണാം. നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. അതൊക്കെ കണ്ടാണ് ഞങ്ങളുടെ നടപ്പ്. ഇങ്ങനെ ബോട്ടുകൾ പോകുന്നത് കാണാം. അപ്പോൾ പ്രേക്ഷകരും ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. കാഴ്ചകൾ, വാർത്തകൾ, ചെറിയ വർത്തമാനങ്ങൾ എന്നൊരു ആശയമാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്നുകൂടെ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മോഹന്റെ മൊഴിയുടെ ബാക്കി ഭാഗം കൂടെ പറയണം. മോഹൻ വാഹനം എടുത്തപ്പോൾ ഐവിൻ നിലത്ത് വീണു, വീണ്ടും എഴുന്നേറ്റ് വന്നു. പിന്നാലെയാണ് വിനയകുമാർ വാഹനം എടുത്തത്. ബോണറ്റിൽ ഐവിൻ കിടന്നിട്ടും വാഹനം നിർത്തണമെന്ന് ഇയാൾക്ക് തോന്നിയില്ല. തർക്കത്തിന് കാരണവും CISF ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്. ഐവിന്റെ കാറിൽ CISF ഉദ്യോഗസ്ഥരാണ് വാഹനം എടുപ്പിച്ചത്. ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വീഡിയോ എടുത്തതും പ്രകോപനത്തിന് കാരണമായി എന്ന മോഹന്റെ മൊഴി വരുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഈ വർഷത്തെ 2ാമത്തെ കോളറ മരണമാണ് സംഭവിച്ചതെന്ന് മനീഷ് അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം കവടിയാർ സ്വദേശിയും നേരത്തെ കോളറ ബാധിച്ച് മരിച്ചുവെന്ന വാർത്ത വരുന്നുണ്ട്. പിന്നെ അച്യുതൻ, നമ്മൾക്കിപ്പോൾ അച്യുതനോട് നമുക്ക് ത്രാലിലെ കാര്യം ചോദിക്കണം. അതിന് മുമ്പ് തന്നെ അച്യുതൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതി തഹാവൂർ റാണയ്ക്കെതിരെയുള്ള വിചാരണ നടത്താൻ അഭിഭാഷക സംഘത്തെ നിയമിച്ചുവെന്ന വാർത്ത. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയമിച്ചത്. നമുക്ക് ത്രാലിലേക്ക് പോവാം. നമുക്ക് ഏറ്റുമുട്ടലിൽ ജയ്ഷെ ഭീകരരെ വധിച്ച ജമ്മു കശ്മീരിലെ ത്രാലിൽ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ഭീകരർക്കായി വനമേഖല കേന്ദ്രീകരിച്ച് സുരക്ഷാ സേനയുടെ തെരച്ചിൽ ഇന്നും ഉണ്ടാകും. അതിനിടെ 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഗുജറാത്തിലെത്തും. ഭുജിലെ വ്യോമത്താവളം പ്രതിരോധ മന്ത്രി സന്ദർശിക്കും. വെസ്റ്റേൺ എയർ കമാൻഡ് മേധാവി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിരോധ മന്ത്രിക്കൊപ്പം ഉണ്ടാകും. ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അച്യുതൻ പറയുന്ന കുറേ വാർത്തകളുടെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൃഷ്ണ, ജമ്മു കാശ്മീർ പുൽവാമ ജില്ലയിലെ ത്രാലിൽ ഇന്നലെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത്. ഇത് തുടർച്ചയായി നേരത്തെ കെല്ലറിലും ഇത്തരത്തിൽ ഭീകര സാന്നിധ്യം തിരിച്ചറിയുകയും സേന ദൗത്യം ഏറ്റെടുത്ത് നടത്തിയ തെരച്ചിലാണ് ഒടുവിൽ അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതും ഭീകരരെ വധിക്കുന്നതും നമ്മൾ കണ്ടത്. അതിനുശേഷം ഇന്നലെ ത്രാലിലാണ് ഇത്തരമൊരു ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സേന തെരച്ചിൽ നടത്തുന്നതും അതിൽ ഏറ്റുമുട്ടലിൽ ഭീകരരെ വധിക്കാൻ കഴിഞ്ഞതും. എന്തായാലും അതീവ ജാഗ്രതയിൽ ജമ്മു കാശ്മീരിന്റെ എല്ലാ മേഖലകളും കടന്നു എന്നുള്ളതാണ്. കാരണം ഇതിനോടകം തന്നെ ഇത്തരത്തിൽ വനമേഖല കൂടുതലായിട്ടുള്ള പല ഇടങ്ങളിലും സുരക്ഷാ സേനയുടെ വിന്യാസമടക്കം ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഈ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇനി ഈ കാര്യങ്ങളിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന സന്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അത് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അവർ സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ രീതിയിൽ ഇതിനോടകം തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും അവിടെ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളും ജാഗ്രതയും തുടരുകയാണ്. അതിനിടയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നു. അവിടെ നിയന്ത്രണ രേഖയിലെ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും അവിടുത്തെ ക്യാമ്പുകൾ സന്ദർശിച്ച് ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള സൈനികരുമായെല്ലാം പ്രതിരോധ മന്ത്രി സംസാരിക്കുകയും ചെയ്തു. ആ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് തന്നെ ഭീകരവാദത്തിനെതിരെ എന്താണ് രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതിരോധ മന്ത്രി ഇന്ന് ഗുജറാത്തിലെ ഭുജ് സന്ദർശിക്കാനായി ഒരുങ്ങുന്നത്. ഭുജിലെ താവളം സന്ദർശിക്കും പ്രതിരോധ മന്ത്രി. 2 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം നടത്തുന്നത്. പ്രധാനമായും ഈ അതിർത്തി മേഖലകളിലെ സാഹചര്യം നേരിട്ട് വിലയിരുത്തുക എന്നതാണ് പ്രതിരോധ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതായത് ഭുജിലെ തന്നെ വ്യോമത്താവളം അത് ഈ കഴിഞ്ഞ പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായ ആ ഘട്ടങ്ങളിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരു വ്യോമത്താവളമാണ്. പാകിസ്ഥാൻ ഭുജിലെ വ്യോമത്താവളം ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു, പക്ഷേ അത് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ഒരു വ്യോമത്താവളം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി സന്ദർശിക്കുന്നത്. വെസ്റ്റേൺ എയർ കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം അദ്ദേഹത്തോടൊപ്പം കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ അതിർത്തിയിലെ സാഹചര്യം എന്താണ് അത് നേരിട്ട് മനസ്സിലാക്കുകയാണ് പ്രതിരോധ മന്ത്രി ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, പാകിസ്ഥാൻ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടുകൂടി പാകിസ്ഥാൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിന്ധ് മേഖല വരൾച്ച നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പാകിസ്ഥാൻ ഒരു കത്തിലൂടെ അഭ്യർത്ഥന നടത്തിയിരുന്നു. ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി അത് പുനഃപരിശോധിക്കണം എന്നൊരാവശ്യം. എന്തായാലും
ഒടുവിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറെടുക്കാം അല്ലെങ്കിൽ അതിലേക്ക് കടക്കാം എന്നുള്ളത്. എന്തായാലും ഇന്ത്യ അതിലൊന്നും ഔദ്യോഗികമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതുമായി സംബന്ധിച്ചുള്ള ഒരു നിലപാട് കൂടി ഇന്ത്യ വ്യക്തമാക്കും. കൃഷ്ണ, സ്മിത. അതുതന്നെയാണ് അച്യുതൻ പറഞ്ഞതുപോലെ ക്രിസ്റ്റിന, ഇനി വരും മണിക്കൂറുകളിൽ ഇന്ത്യ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും സമാധാന ചർച്ചകളുടെ കാര്യത്തിൽ. പാകിസ്ഥാൻ എന്തായാലും ആ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്ത് നിലപാട് ഇന്ത്യ എടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അച്യുതനോട് തഹാവൂർ റാണയുടെ കേസ് കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് അച്യുതൻ പോയപ്പോൾ നമുക്ക് ചോദിച്ചറിയാം. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിവാദ പരാമർശത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള മധ്യപ്രദേശ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള BJP മന്ത്രി കൻവർ വിജയ് ഷായുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുന്നത്. ഇന്നലെ ഹർജി പരിഗണിച്ച് സുപ്രീംകോടതി മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തി. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. മാധ്യമങ്ങൾ വിഷയത്തെ വളച്ചൊടിച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ വാദം. തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ഹർജിയിൽ ഇന്ന് വിശദമായ വാദമുണ്ടാകും. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസംഗം. അപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് കൂടുതൽ വാർത്തകൾ എത്തിക്കുക കുറച്ച് സമയത്തിനുള്ളിൽ എന്ന ഒരു കാര്യവും, അതായത് 1 2 3 4 5. അപ്പോൾ നമ്മുടെ ദേശീയ വാർത്തകൾ 1 2 3 4 5 ആരംഭിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത നടിയും BJP MPയുമായ കങ്കണ റണാവത്ത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പോസ്റ്റ് നീക്കം ചെയ്തതെന്ന് വിശദീകരണം. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ആപ്പിൾ CEOയോട് നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു പോസ്റ്റ്. പോക്സോ കേസുകൾ മുൻഗണനാടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി. എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം നൽകി. പഞ്ചാബിലെ ലുധിയാനയിൽ 88 കോടി രൂപയുടെ വ്യാജ ബില്ലിംഗ് റാക്കറ്റ് പിടികൂടി. 3 സ്ഥാപനങ്ങളിൽ നിന്ന് പിടികൂടിയത് DGGI നടത്തിയ പരിശോധനയിൽ. സംഭവത്തിൽ 2 പേർ അറസ്റ്റ്. ചൈനീസ് കമ്പനിയായ ഡ്രാഗൺ പാസുമായി പങ്കാളിത്തം അവസാനിപ്പിക്കുന്നെന്ന് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ്. അദാനി നിയന്ത്രിക്കുന്ന വിമാനത്താവളങ്ങളിലെ ലോഞ്ചുകളിലേക്ക് ഇനി ഡ്രാഗൺ പാസ് ഉപഭോക്താക്കൾക്ക് പ്രവേശനം ലഭിക്കില്ല. എയർപോർട്ട് ലോഞ്ച് ആക്സസ് സേവനങ്ങൾക്കായി പ്ലാറ്റ്ഫോം സജ്ജമാക്കുമെന്ന് അധികൃതർ. ഡൽഹിയിൽ BJP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആം ആദ്മി പാർട്ടി. മെയ് മാസത്തിൽ വായു ഗുണനിലവാര സൂചിക 500-ന് മുകളിലെത്തി. അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ കാലത്ത് തലസ്ഥാനം ഇത്ര വിഷലിപ്തമായിരുന്നില്ലെന്ന് കുറ്റപ്പെടുത്തൽ. അപ്പോൾ അതൊക്കെയാണ് ദേശീയ തലത്തിൽ നിന്ന് നമുക്ക് വരുന്ന ചില പെട്ടെന്ന് പറയാനുള്ള വാർത്തകൾ. സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനോഹരമായ പ്രദേശത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ജയൻ ചേട്ടനാണ്. ചേട്ടാ, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇവിടെ ഒരു ചർച്ചയൊക്കെ നടന്നു എന്ന് കേട്ടല്ലോ, എന്തായിരുന്നു അത്? കളക്ടർ ഓഫീസിൽ ആറമ്പിത്തോടുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ കനാല്. ഈ ആറമ്പിത്തോടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ആറമ്പിത്തോട് എന്ന് പറഞ്ഞാൽ ഈ കനാലിലൂടെ ഒഴുകുന്ന ജലം മുഴുവൻ ഈ പരിസരത്ത് 8 കിലോമീറ്റർ 9 കിലോമീറ്ററോളം വ്യാപിക്കും. അത് വീടുകളിലെ പരിസരത്ത് മുഴുവൻ ചെന്ന് ചേർന്നിട്ട് അവിടെ ആകെയൊക്കെ മുങ്ങിപ്പോകുന്ന വലിയൊരു സംഭവമാണ്. അപ്പോൾ അത് തിരിച്ചൊഴുകി പോകാൻ വേണ്ടിയിട്ട് ഈ ആറമ്പി കനാല് ഡ്രഡ്ജ് ചെയ്ത് താത്തി ഈ കടലുമായിട്ട് പുഴയുമായിട്ട് ബന്ധിപ്പിക്കണമെന്നാണ്. അപ്പോൾ അത് ഇവിടുത്തെ കൊച്ചിൻ പോർട്ട് അതിന് അനുമതി നൽകണം. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സമീപവാസികളൊക്കെ രക്ഷപ്പെടും. നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. അതെ അതെ. അപ്പോൾ ഞങ്ങളും ഈ വിഷയത്തിൽ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളും തുടർ നടപടികളിലേക്ക് വരും. ഒപ്പം തന്നെ ചേട്ടൻ ഈ മീൻപിടുത്തക്കാരുടെ പ്രശ്നം, ചേട്ടൻ അതിന്റെ ഒരു ഞാൻ മത്സ്യത്തൊഴിലാളി സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇവിടുത്തെ. അപ്പൊ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണ് നേരിടുന്നത്? ഇപ്പോഴുള്ള നമ്മളുടെ പ്രശ്നം വെച്ചാൽ കടലിൽ മത്സ്യങ്ങളൊക്കെ ചെറുതാണ്, ചെറിയ മത്സ്യങ്ങളാണ്. ഇത് ആവാസ വ്യവസ്ഥയൊക്കെ നമ്മുടെ കടലിൽ തകർന്നിരിക്കുകയാണ്, ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. 40ഓളം പുഴകളുണ്ട്, 44ഓളം പുഴകളുണ്ട് നമ്മുടെ ഈ കടലുമായി ബന്ധപ്പെടുന്നത്. ആ പുഴകളെല്ലാം തന്നെ എക്കൽ വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഈ കടലിലോട്ട് ഒഴുക്ക് ശക്തമല്ല.
പ്ലവകങ്ങൾ ഒഴുകി കടലിലോട്ട് ചെല്ലുന്നില്ല. അതുകൊണ്ട് തന്നെ കടലിൽ ജീവിക്കുന്ന ജീവികൾക്ക് ആഹാര പദാർത്ഥങ്ങൾ കിട്ടുന്നില്ല, സൂക്ഷ്മജീവികൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ശാസ്ത്രീയമായി പറയുന്ന ആഗോളതാപനം, എൽനിനോ പ്രതിഭാസം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓക്സിജന്റെ അഭാവം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ പുഴയിലൂടെ ഒഴുകുന്ന ഈ നദി ചെന്ന് ചേരുന്ന സ്ഥലമാണല്ലോ കടല്. അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ട് പ്ലവകങ്ങളും അവർക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങളും ഒന്നും ചെല്ലുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പരമാർത്ഥം. നമ്മൾ ഈ ആഗോളതാപനം എന്നൊക്കെ പറയുമ്പോഴേ വേറെ ആർക്കോ ഉള്ള പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും പരിഗണിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സംഭവം എന്ന് വെച്ചാൽ ഈ കടലിലോട്ട് ഒഴുകി ചെല്ലുന്ന മുഴുവൻ, ഇപ്പൊ പുഴകൾ ഒഴുകി ചെല്ലുന്ന മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരമാണ് കടലിൽ. അപ്പൊ കടലിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന കാരണം ഭക്ഷ്യവസ്തുക്കളില്ല എന്നുള്ളതാണ് സത്യം. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതെ അതെ തന്നെ, അത് തന്നെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വക ഒരു ചെറിയ ഗിഫ്റ്റാണ് ചേട്ടാ. അപ്പോൾ ഇത് ചേട്ടനും അതേപോലെ തന്നെ നമ്മുടെ പ്രളയ സമയത്തൊക്കെ നമ്മളെ അത്രയും സഹായിച്ച മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചേട്ടൻ ഒരു പ്രതിനിധി എന്ന നിലയിൽ നമ്മൾ ഇത് തരികയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതാണ്, നമ്മൾ മനുഷ്യരെ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെലിഞ്ഞ് ഇല്ലാതെയാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ് മത്സ്യങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. നമുക്കൊന്ന് അമേരിക്കയ്ക്ക് പോയാലോ? അമേരിക്കയ്ക്ക് പോകുന്നതന്നെ, അമേരിക്കയ്ക്ക് പോയിട്ട് ട്രംപ് മധ്യപൂർവേഷ്യയിലായതുകൊണ്ട് അവിടുത്തെ വിവരങ്ങളാണ്. അമേരിക്ക ഇറാൻ ആണവ കരാർ അന്തിമഘട്ടത്തിലെന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നത്. ആക്രമണത്തിന് താല്പര്യമില്ല, കരാർ വാർത്തകളുടെ വരവോടെ എണ്ണവില ഇടിഞ്ഞെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക ചർച്ചയ്ക്കെത്തിയത് സൈനിക നടപടി അസാധ്യമായപ്പോഴാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം എത്തി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. അവിടെ ഗുഡ് ഈവനിങ്. അപ്പോൾ ട്രംപ് മധ്യപൂർവേഷ്യയിൽ നടത്തുന്ന ആ ഒരു സന്ദർശനത്തിലൂടെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇറാനുമായിട്ടുള്ള, ഇപ്പോൾ പറയുന്നത് പോലെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് സൈനിക നടപടി അസാധ്യമായപ്പോഴാണ് ഇതൊക്കെ നടന്നത് എന്ന് പറയുമ്പോഴും കുറേ വർഷങ്ങളിലേക്ക് വേണ്ട വലിയൊരു കച്ചവടത്തിലേക്ക് കണ്ണുവെച്ചുള്ള നീക്കങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്. അവിടെയും ഒരു ബിസിനസ് ദീർഘവീക്ഷണമാണ് ട്രംപ്, രാഷ്ട്രീയമായ അറിവ് കുറവാണെങ്കിലും നടത്തിയിരിക്കുന്നത് അല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന, സ്മിത. ശരിക്കും ക്രിസ്റ്റിനയ്ക്ക് രാഷ്ട്രീയ അറിവ് അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. ഇത്രയും അറിവ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇറാന് ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത് തന്നെ അമേരിക്കയെ സംബന്ധിച്ച ഒരു വലിയ വിജയമാണ്. ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കുന്നതിന്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞുവെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദുബായിലേക്കുള്ള യാത്രാമധ്യേ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയത്. ന്യൂക്ലിയർ ഡീൽ ഉറപ്പാക്കുവാനുള്ള ഡീലിൽ തത്വത്തിൽ ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ദീർഘകാല സമാധാനത്തിനായുള്ള വളരെ ഗൗരവപൂർണമായ ചർച്ചകളാണ് ഇരു രാജ്യങ്ങളുമായി ഇപ്പോൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മുമ്പിൽ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. വളരെ നല്ല രീതിയിൽ ഇതിനൊരു റിസൾട്ട് കൊണ്ടുവരിക എന്നതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം അത് ആക്രമണത്തിന്റെയാണ്. അത് ഒഴിവാക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതേസമയം ഇനിയും യോജിപ്പിലെത്താൻ സാധിക്കാത്ത പല നിബന്ധനകളും ബാക്കി ഉണ്ടെന്നാണ് ഇറാൻ വൃത്തങ്ങൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചകൾ അമേരിക്കയുമായി ഒമാനിലാണ് അവസാനിച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ഒരുപക്ഷെ ഈ രണ്ടാമത്തെ മാർഗത്തെ പറ്റി പറഞ്ഞതുകൊണ്ടായിരിക്കാം അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇറാൻ വന്നിട്ടുണ്ട്. സൈനിക നടപടി എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇപ്പോൾ ചർച്ചകൾക്കായി എത്തിയതെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. യുറേനിയം സമ്പുഷ്ടമാക്കുവാനുള്ള കഴിവ് അത് ഇറാന്റെ അവകാശമാണ്, അത് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇതിനോടകം അത് സാധിച്ചെടുത്തേനെയും എന്നാണ് ഈ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. സ്മിത, ക്രിസ്റ്റീന. ശരി, എന്തായാലും ട്രംപും പറയുന്ന സന്ദർശിക്കുന്ന പല രാജ്യങ്ങളിലെ തലവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇന്നലെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അതിലെന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ ഞാൻ കൂടി പങ്കെടുക്കണം, ഞാനും പുടിനും നേരിട്ട് കാണാതെ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ട്രംപ്. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃത യുഗമുഖ ഛായകളെ എന്നുള്ള പാട്ട് ഓർമ്മ വരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മൾ വളരെ പ്രതീക്ഷയിലായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊക്കെ അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം ഈ വർഷം കേരളത്തിൽ വരും, അപ്പോൾ എങ്ങാനും മെസ്സി വന്നാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നതാണ്. അർജന്റീന ടീം കേരളത്തിൽ കളിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ടീം മറ്റ് രാജ്യങ്ങളിൽ പര്യടനത്തിലായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒക്ടോബറിൽ ചൈനയിൽ 2 മത്സരങ്ങൾ കളിക്കുന്ന ടീം നവംബറിൽ ആഫ്രിക്കയിലും ഖത്തറിലുമായിരിക്കും കളിക്കുകയെന്ന് അർജന്റീന മാധ്യമങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഒക്ടോബറിൽ 2 സൗഹൃദ മത്സരങ്ങളിൽ
കളിക്കാൻ തയ്യാറാണെന്ന് അർജന്റീന അറിയിച്ചെന്നായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. നമുക്ക് ഇന്നലെ നമ്മുടെ ട്രംപിന്റെ UAE സന്ദർശനത്തിന്റെ കുറച്ച് അപ്ഡേഷൻസും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കൂടി ഒന്ന് പോവാം. UAE സന്ദർശനത്തിനിടെ 200 ബില്യൺ കരാറുകൾ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ത്രിരാഷ്ട്ര ഗൾഫ് സന്ദർശനം ഇന്ന് അവസാനിക്കും. ഇന്നലെ വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നഹിയാൻ നേരിട്ടെത്തിയാണ് ട്രംപിനെ സ്വീകരിച്ചത്. UAEയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സയ്യിദ് ബഹുമതി ട്രംപിന് UAE പ്രസിഡന്റ് കൈമാറി. UAEയുടെ വ്യോമാതിർത്തി മുതൽ UAE സൈനിക വിമാനങ്ങളുടെ അകമ്പടി, തുടർന്ന് അബുദാബി വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ നേരിട്ടെത്തിയുള്ള സ്വീകരണം. ഇത്തരത്തിൽ 17 വർഷത്തിന് ശേഷം ഒരു US പ്രസിഡന്റ് ഔദ്യോഗിക സന്ദർശനത്തിനായി UAEയിലെത്തിയപ്പോൾ രാജകീയ വരവേൽപ്പാണ് UAE നൽകിയത്. അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തനൂൻ ബിൻ സായിദ്, ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് എന്നിവരടക്കം പ്രമുഖരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. തുടർന്ന് UAE പ്രസിഡന്റിനൊപ്പം ട്രംപ് അബുദാബി ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ചു. പിന്നീട് ഖസർ അൽ വതനിൽ നടന്ന ചടങ്ങിൽ UAEയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സയ്യിദ് ട്രംപിന് UAE പ്രസിഡന്റ് കൈമാറി. വിവിധ മേഖലകളിൽ USുമായി UAE സഹകരിക്കുന്നുണ്ടെന്നും അടുത്ത 10 വർഷത്തിനുള്ളിൽ $1.4 ട്രില്യൺ നിക്ഷേപിക്കുമെന്നും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. ഇതിനു പുറമെ ഊർജ്ജം, വ്യവസായം, നിർമ്മിത ബുദ്ധി എന്നിവയിലുൾപ്പെടെ 200 ബില്യൺ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കൂടാതെ AI സാങ്കേതിക വിദ്യകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട്. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയും ഖത്തറും സന്ദർശിച്ച ശേഷമാണ് ട്രംപ് അബുദാബിയിലെത്തിയത്. സന്ദർശനം പൂർത്തിയാക്കി ട്രംപ് ഇന്ന് ഉച്ചയോടെ തിരികെ മടങ്ങും. 24 ദുബായ്. അപ്പോൾ നമ്മൾ മുൻപ് നമ്മുടെ മധു കൊട്ടാരക്കരയുടെ ലൈവിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകുട്ടി പറയുന്നു, രണ്ടാളും കൂടി അമേരിക്കയിൽ പോയാൽ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ആര് വരും. പവിത്രൻ ബാദിനെ പറ്റിയൊക്കെ നമ്മൾ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഷഫീർ, ആഷ വി, സജീവ് ശ്രീരാജ്, അതുപോലെ തന്നെ ജയൻ നായർ നമ്മുടെ ജയൻ ചേട്ടനെ കണ്ടപ്പോൾ എല്ലാ ജയന്മാരും സൂപ്പറാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജയൻ നടൻ ഒക്കെ ഉദ്ദേശിച്ചായിരുന്നു. തോമസ് മാത്യു മനുഷ്യനാകണം എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഷിജ ബേബി, എബ്രഹാം തോമസ്, ചന്ദ്രൻ ചിറയിൽ, ഹനാൻ, പ്രദീപ്, ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകർ നമുക്ക് കമന്റ് തരുന്നുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഒരു സംഘം ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നിൽ CPIM പ്രവർത്തകരെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. കണ്ണൂർ കഴിഞ്ഞ ദിവസം അരുൺ, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണോ ഈ ആക്രമണം ഉണ്ടായത്? അതിന്റെ കൂടുതൽ വിവരങ്ങളുണ്ടോ? അസ്മിത, ഇന്നലെ രാത്രിയാണ് തളിപ്പറമ്പിൽ ഈ ആക്രമണം ഉണ്ടായത്. കോൺഗ്രസിന്റെ തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റായിട്ടുള്ള K ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഒരു സംഘം ആക്രമിച്ചത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വീടിന്റെ മുന്നിലെ ജനൽ ചില്ലുകൾ, കാർ, അവിടെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറ്, ബൈക്ക് എന്നിവയൊക്കെ അടിച്ചു തകർത്ത നിലയിലാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ CPIM പ്രവർത്തകരാണ് എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പോൾ സ്മിത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ചു ദിവസമായി കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. മലപ്പട്ടം സംഘർഷവുമായി അതിന്റെ തുടർ സംഘർഷങ്ങൾ എന്ന നിലയിൽ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുമുണ്ട്. മലപ്പട്ടത്ത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രക്കിടെ പ്രകോപന മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലയിലാകെ DYFIയുടെയും SFIയുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയാണ് ഇർഷാദിന്റെ വീട് ആക്രമിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇന്നലെ തന്നെ പാനൂരിൽ SFIയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ അവിടെ പാനൂരിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന കൊടികൾ, KSUടെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികൾ നശിപ്പിച്ചുവെന്ന് പരാതിയുമുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഏത് തരത്തിലുള്ള വാർത്തകളാണ് കേൾക്കാൻ ഇഷ്ടമെന്ന് എനിക്കൊരു കൗതുകം കൊണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളാണോ അതോ മറ്റു തരത്തിൽ ഉള്ള വാർത്തകളാണോ? പ്രേക്ഷകരൊന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. KPCC നേതൃമാറ്റത്തിൽ K സുധാകരന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷം. മതിയായ ചർച്ച നടത്താതെയുള്ള പ്രഖ്യാപനത്തിൽ AI ഗ്രൂപ്പുകളിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. വരാനിരിക്കുന്ന സമ്പൂർണ്ണ പുനഃസംഘടനയിലും തഴയപ്പെടുമെന്ന ആശങ്ക ഒരു വിഭാഗത്തിനുണ്ട്. K സുധാകരനെ മാറ്റുമെന്ന ചർച്ച വഴിതിരിഞ്ഞത് കോൺഗ്രസിലെ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് കൂടിയാണ്.
അധ്യക്ഷനടക്കം 3 വർക്കിംഗ് പ്രസിഡന്റുമാരെയും UDF കൺവീനറെയും മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനം കോൺഗ്രസിൽ പുതിയ കലഹത്തിന് വഴിമരുന്നിട്ടു. MM ഹസന്റെ പദവി തെറിച്ചു. എ ഗ്രൂപ്പിന്റെ നായകൻ ബെന്നി ബെഹ്നാനെയും വെട്ടി. വർക്കിംഗ് പ്രസിഡന്റ് പദവി പ്രതീക്ഷിച്ചിരുന്ന ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയവരെയും തഴഞ്ഞു. താരതമ്യേന ജൂനിയറായ ഷാഫി പറമ്പിലും വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തിയതോടെ മുതിർന്ന നേതാക്കളുടെ സാധ്യതയും അടഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പന്തളം സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, KC ജോസഫ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവർക്കും സാധ്യതകൾ മങ്ങി. അതേസമയം തലമുറ മാറ്റം താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. DCC, KPCC തലങ്ങളിൽ സമഗ്ര അഴിച്ചുപണിയുണ്ടാകും. ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനു മുൻപ് പുനഃസംഘടന വേണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. പുനഃസംഘടനയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നേക്കും. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് ആ വാർത്ത. നമ്മുടെ മോഹൻ വന്നിട്ട് ലേറ്റായിട്ട് വന്നിട്ട് ചോദിക്കുക നമ്മൾ എവിടെയാണ് നടക്കുന്നത്. നമ്മൾ വൈപ്പിൻ ബീച്ചിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ജി സുധാകരൻ ഒരു പ്രസംഗത്തിലുണ്ടായ വിവാദ പരാമർശം, അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നതിൽ എത്തിയിരുന്നു കാര്യങ്ങൾ. കാരണം കൃത്യമായിട്ട് കർശനമായ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിമർശനം എത്തുന്നു. അപ്പൊ അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ളതിന്റെ ഭാഗമായിരുന്നു ഇന്നലെ തഹസീൽദാർ എത്തി മൊഴിയെടുത്തതൊക്കെ. പിന്നീട് അദ്ദേഹം അടുത്തൊരു പ്രസംഗത്തിൽ അത് കുറച്ചൊന്ന് മാറ്റി പറയുകയും ചെയ്തു. പക്ഷേ അത് എന്തായാലും അത് അത്ര ചെറിയൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടിൽ കൃത്രിമം കാട്ടിയെന്ന ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസ് എടുക്കുന്നതിലുള്ള നിയമോപദേശം സൗത്ത് പോലീസിന് ഇന്ന് ലഭിക്കും. ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ബിജിയാണ് നിയമോപദേശം നൽകുക. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സൗത്ത് പോലീസ് SHOയ്ക്ക് കത്ത് നൽകിയിരുന്നു. 1989 നടന്ന സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമാകും. അതേസമയം സുധാകരന്റെ വെളിപ്പെടുത്തൽ കുറ്റസംബന്ധമായി DDP കണക്കാക്കുമോ എന്ന് വേണം കണ്ടറിയാൻ. NGO യൂണിയൻ പരിപാടിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് പങ്കെടുത്ത പരിപാടിയിൽ താൻ ഭാവനാത്മകമായി പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കൃത്രിമത്വം കാണിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ തിരുത്തി. അതേസമയം സുധാകരന്റെ പരാമർശത്തെ തള്ളുന്നതാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. അപ്പൊ അതൊക്കെ ഭാവനയായിരുന്നു, അല്ലാതെ ഒന്നും റിയൽ അല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഭാവനയിൽ നിന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്തായാലും ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ കുറച്ച് കടുംപിടുത്തത്തിൽ തന്നെയാണ്. അപ്പം എന്തായാലും ഇതുപോലുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോഴേ കാര്യം എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ള ചോദ്യത്തിനൊന്നും ഇനി പ്രസക്തി ഇല്ലെങ്കിലും അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? കാരണം ഇനിയിപ്പോൾ ഈ നിയമ നടപടികളുമായിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞ ഒരു പുലിവാല പിടിച്ചതുപോലെയാണ്. അപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുമെന്ന വാർത്തയാണ് എടുത്തത്. തപാൽ വോട്ടുകളിൽ കൃത്രിമത്വം നടത്തിയെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ കേസെടുത്തത് യോഗത്തിൽ ചർച്ചയാകും. ജി സുധാകരൻ മാറ്റി പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സെക്രട്ടേറിയറ്റിൽ കൈക്കൊള്ളും. ജി സുധാകരന്റെ പ്രതികരണത്തെ തള്ളിപ്പറയാൻ ഇന്നലെ തന്നെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം സുധാകരനെ തള്ളിയത്. സുധാകരന്റെ വെളിപ്പെടുത്തലിനോടുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണവും ഇന്നുണ്ടായേക്കും. അപ്പോൾ നമ്മുടെ ഈ 1 മണിക്കൂർ നീണ്ട മോർണിംഗ് വാക്കിന് അവസാനമാവുകയാണ്. നമ്മുടെ ഫ്ലോറിൽ SK എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായരിലേക്ക് നമ്മൾ പോവുകയാണ്. വെരി ഗുഡ് മോർണിംഗ് SK. ഓവർ ടു യു. താങ്ക് യു കൃഷ്ണ ചെറിയാൻ ആൻഡ് സ്മിത ഹരിദാസ്.